വെളിച്ചെണ്ണയ്ക്കകത്താണ് നമ്മൾ ഇഞ്ചി വറുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. ഇന്ന് നമ്മൾ ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇഞ്ചി നമ്മൾ ഒരേ വലിപ്പത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണിത്. ഇത് ഏകദേശം ഒരു 400 ഗ്രാമോളം ഇഞ്ചി കാണും. ഇഞ്ചി നല്ലതായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ നമ്മൾ ഇളക്കണം. നിറായിട്ടുണ്ട്. നമുക്കിതെല്ലാം വാരി എടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഒരു 10 ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു 5-6 പച്ചമുളക്, ഉള്ളി ഗോൾഡൻ നിറം ആകുന്നിടം വരെ നമ്മളിത് വറുത്ത് കോരണം. കറിവേപ്പിലയും കൂടെ ഇതിനകത്തോട്ടിട്ട് ഗോൾഡൻ നിറമാക്കണം കേട്ടോ. ഉള്ളി നല്ല ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതിനകത്തോട്ട് നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. 5-6 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് എണ്ണയൊന്ന് തണുപ്പിക്കാൻ വെക്കാം. ഇഞ്ചി വറുത്ത് വെച്ചതും ഈ ഉള്ളി വറുത്ത് കോരി വെച്ചതും കൂടെ നമുക്ക് കരികരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒത്തിരി പൊടിയരുത്, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. തീ നമ്മൾ തണച്ച് വെച്ചേക്കുവാണ്. അതിനകത്തോട്ട് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണ്, 1/2 സ്പൂൺ കായപ്പൊടി. പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് പതിയെ ഇളക്കി കൊടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പിടാം. നമുക്കിതിനകത്തോട്ട് 1 കപ്പ് തിളച്ച വെള്ളം കൂടെ വയ്ക്കാം. അപ്പോൾ ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഇഞ്ചി പൊടിച്ച് വെച്ചത് അങ്ങിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ നല്ല ഇഞ്ചിയുടെ മണം വരുന്നുണ്ട് കറിയുടെ. നമുക്കിതിൽ ശർക്കര ഇട്ട് വെക്കാം. 2 ടേബിൾ സ്പൂൺ ശർക്കര നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ശർക്കരയൊക്കെ ഒന്ന് അരിട്ട് വരുന്നിടം വരെ ഇരിക്കുകയാണ്. നമുക്ക് പാത്രത്തിലാക്കാം.